വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കൊറേ നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും നാളെ നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണൊന്ന് എല്ലാവരും ഫ്രീ ആവുന്നത്. അപ്പം ഇനി ഹോപ്പ്ഫുള്ളി വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താ, അതെ, ഞങ്ങൾ ഇനി എന്നും വീഡിയോ ഇടും. ഹാപ്പിലി നമുക്ക് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സ്നേഹ. അതെ, അതെ, ഞങ്ങള് എന്നുവെച്ചാൽ വീഡിയോ ഇട്ട് നിന്നതിനെക്കാട്ടിലും ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ നീറ്റ് ആസ്പിറൻസിന്റെ ഒക്കെ ഹോപ്പ്ഫുള്ളി നീറ്റ് ഒക്കെ കിട്ടി അവർക്ക് ഇഷ്ടമുള്ള കോളേജിലോട്ടൊക്കെ അഡ്മിഷൻ ആയെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് try again, or you can like choose better options, other options if you want. അല്ലെങ്കിൽ try again, we'll always be rooting for you. and help ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതെ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു, കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനൊക്കെ റിപ്ലൈ തരുന്നേ ആയിരിക്കും ഉടനെ തന്നെ. അപ്പൊ നമ്മുടെ ഈ സ്നാപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ബാക്കി എല്ലാവരെയും എവിടെയെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാരെയും കാണിക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ആള് ആൻക്രൂസ്. ഇപ്പൊ എന്താണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു. കണ്ടതിൽ സന്തോഷം. ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ വന്നോന്ന് ഉള്ളതില് ഭയങ്കര സന്തോഷം. ആൻക്രൂസ് കുറെ നാളായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇൻട്രോവേർട്ട് ആയിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എന്നുവെച്ചാൽ ഇവിടെ ഒരു പാക്കിങ് നടക്കുകയാണ്. അപ്പോ നമ്മുടെ ബാച്ച്മേറ്റിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇതൊരു കല്യാണ വ്ളോഗായിട്ട് എടുക്കാനാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് പോകുമ്പോൾ കാണാം. ബൈ. ഗൈസ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മള് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ട്രെയിനിൽ കയറി പോകാം. നമ്മുടെ ട്രെയിൻ എപ്പോഴാണ്? ട്രെയിന് 9:50 ആണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേസ് കുറച്ച് ലേറ്റ് ആണ്, ഒരു ഇച്ചിരി. പക്ഷേ അതുകൊണ്ട് നമുക്ക് നല്ലതാണ്, നമ്മൾ അത്രയും താമസിച്ചെത്തിയാൽ മതി. അതെ. അപ്പൊ ഞാൻ കുറച്ച് പേര് നമ്മൾ പരിചയപ്പെടുത്തി. ഹായ് സ്നേഹ. അതെ, എന്റെ നാണമാന്ന് നോക്കൂ ഗായ്സ്. ഗൈസ്, ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിനിപ്പോ അടുത്ത ഓട്ടോയിൽ കയറി ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം. ഇതൊരു നൈറ്റ് ജേർണിയാണ്. എക്സൈറ്റിംഗ്. എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഉടനെ എത്തും. ബാക്കി എല്ലാരും എന്റെ കൂടെ ഉണ്ട്. ആൻക്രൂസ് ഹായ് പറ. അയ്യോ, ഹായ്. പേടിച്ചോടുന്ന രണ്ടുപേരെ കണ്ടോ? ഇതൊക്കെ വരും. കാവ്യ നോക്കൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമൊന്നും ഇരിക്കാൻ സ്ഥലമേ കിട്ടിയില്ല, കുറേ ദൂരം നിൽക്കേണ്ടി വന്നു. ലേഡീസ് കോച്ചായിരുന്നു, എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് അവധി ദിവസം അല്ലേ, അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ദൂരമൊക്കെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പതുക്കെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഓരോരുത്തരായതേ ഉറങ്ങാനൊക്കെ തുടങ്ങി. ഞങ്ങൾ ഇന്നലെ രാത്രിയിലത്തെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായിരിക്കുകയാണ്. അത് നോക്കുന്നില്ല, അവരോട് സഹകരിക്കുന്നില്ല, എന്താണെന്നറിയില്ല. ഇനി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ കല്യാണ വീട്ടിലോട്ട് പോവാം. അപ്പം ഞങ്ങളന്ന് വെളുപ്പിനെ ട്രെയിനൊക്കെ ഇറങ്ങി റെയിൽവേയുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമിലായിരുന്നു റെസ്റ്റ് ചെയ്തത്. എന്നിട്ട് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഉണരാനായിട്ട് കാര്യമായിട്ടൊന്നും ഞങ്ങൾ ഉറങ്ങിയില്ല. എന്നിട്ട് നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ഒരു അതിസാഹസികമായിട്ടുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ
വെയിറ്റിംഗ് റൂമിലെത്തി. അവിടെ നിന്ന് കിടന്നു, അവിടെ നിന്ന് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കല്യാണത്തേക്ക്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഓഡിറ്റോറിയത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയിലായിരുന്നു. അപ്പം എല്ലാവർക്കും ആ ഒരു ചടങ്ങുകളൊക്കെ ആദ്യം തൊട്ട് കാണണമെന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായി. എല്ലാവരും നല്ല ഒരുങ്ങി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലുകാരോടൊക്കെ വഴി ചോദിച്ചിട്ടാണ് നമ്മൾ കോട്ടക്കലായിരുന്നു സ്ഥലം. അപ്പോൾ തിരൂർ ടു കോട്ടക്കൽ നമ്മൾ ബസ്സിലാണ് പോയത്. നമുക്ക് 2 ബസ്സിൽ കയറേണ്ടി വന്നു. പക്ഷേ നമ്മൾ ടൈമിന് തന്നെ അവിടെ എത്തി. അതാണ് നമുക്കൊരു വിജയമായിട്ട് കണക്കാക്കുന്നത്. ഞങ്ങളങ്ങനെ എല്ലാ കല്യാണത്തിനൊന്നും ടൈമിന് എത്തുന്നതല്ല. സോ ഇവിടെ നമ്മൾ ടൈമിന് തന്നെ എത്തി. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. നല്ല പ്രൈവറ്റ് ബസ്സിലൊക്കെ ആണെങ്കിലും നല്ല യാത്രയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടൈം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കധികം ധൃതി വെക്കേണ്ടി വന്നില്ല. ആൻഡ് ഗൈസ്, ഞങ്ങൾ എത്തിച്ചേർന്ന സമയം വളരെ കറക്റ്റായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അവളുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമാകാൻ പറ്റി. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാച്ച് മേറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഇതൊക്കെ നമ്മുടെ ബാച്ച് മേറ്റ്സ് ആണ്. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്ത് കല്യാണം ഉണ്ടെങ്കിലും നമ്മൾ മിക്ക ആൾക്കാരും എത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു ഒത്തൊരുമയുണ്ട്. അതായത് വിളിച്ചാൽ എന്തായാലും വരും. ബാക്കിയുള്ള ബാച്ചസിനെയൊക്കെ കമ്പയർ ചെയ്ത് ഈ കല്യാണങ്ങൾ പോകുന്നതിൽ ഞങ്ങൾ കുറച്ച് മുന്നിലാണ്. അത്രേ ഉള്ളൂ. വെൽക്കം ഡ്രിങ്ക് കുടിച്ചില്ല. ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷീണിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വെൽക്കം ഡ്രിങ്കിലേക്കാണ് പോയത്. വെൽക്കം ഡ്രിങ്കിൻ്റെ എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. കുടിച്ചിട്ടും മതിയാവുന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 10 out of 10 തന്നെ കൊടുത്തു ഗൈസ്. നാണില്ലാത്തവളെ, നാണം ഉണ്ടോടി നിനക്ക്? വീട്ടിൽ പോടി. ഗൈസ് വരത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഗൈസ് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ടതിന് ശേഷം കുറച്ചുകൂടെ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നീട് നിക്കാഹ് കാണാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, നമ്മുടെ ബാച്ചിൽ വന്ന എല്ലാവരും ഏകദേശം ഒരുമിച്ചൊക്കെയാണ് ഇരുന്നത്. നിക്കാഹിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ബ്രൈഡൽ എൻട്രി ഉണ്ടായിരുന്നത്. ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. കാരണം ബ്രൈഡാണ് നമ്മുടെ ബാച്ച്മേറ്റ്. പിന്നെ ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടായിരുന്നു ഈ ചടങ്ങുകളൊക്കെ കാണുന്നത്. ഒരു മുസ്ലിം നിക്കാഹിൻ്റെ ചടങ്ങുകളൊക്കെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അത് ഞങ്ങൾക്ക് മലപ്പുറത്ത് വന്ന് തന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതൊക്കെയാണ് പുറകിലോട്ടൊക്കെ ഇരിക്കുന്നത്. മിക്കതും നമ്മുടെ ബാച്ചിൽ തന്നെ പിള്ളേരാണ്. മുസ്ലിം കല്യാണ എക്സ്പീരിയൻസ്. ഞാൻ മുമ്പേ റിസപ്ഷൻ മാത്രം വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രൈഡ് കയറുന്നതിന് കൂടെ നമ്മൾ ബാച്ചിലെ കുറച്ച് പേരോട് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു ബ്രൈഡൽ എൻട്രി തന്നെ പ്ലാൻ ചെയ്യുകയായിരുന്നു. Hi guys, this is Nimmi Biju and this is Meera. Are you guys excited? Yes, very much excited. ഞങ്ങളുടെ ക്ലാസ്മേറ്റിന്റെ വെഡിങ് ആണ് guys. നമ്മൾ ആദ്യമായിട്ടാണ് ഫുൾ ഒരു ചടങ്ങ് അറ്റൻഡ് ചെയ്യുന്നത്, മുസ്ലിം വെഡിങ്ങിന്റെ. ബ്രൈഡൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ദേ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കുറേ പേരുണ്ടായിരുന്നു. ഏകദേശം ബാച്ചിൻ്റെ ഒരു പകുതി മുക്കാലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടെ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് പിന്നെ ഞങ്ങൾക്കൊരു ശീലമാണ്, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് പാറുവിനെ കിട്ടിയിരിക്കുന്നു. എക്സൈറ്റ് ആണ്. ഇന്നലെ തൊട്ട് കല്യാണ പെണ്ണിന്റെ വീട്ടിൽ ഇരുന്ന ഒരാളാണ്. അപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ തൊട്ടുള്ള? കുറ്റവും പറയാൻ പറ്റില്ല, അവർക്ക് സൂപ്പർ. ഞാൻ പറഞ്ഞ ഊട്ടഡ്. അതിന്റെ കോസ്റ്റ്യൂം ഊട്ടഡ്. ഒന്ന് കറങ്ങേ.
നിഷാനക്ക് എന്താണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? എല്ലാരും ഫോളോ ചെയ്യുക. നിഷാനയുടെ നാട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലൈക്ക് ബട്ടൺ അടിക്കുക, അതൊക്കെ ചെയ്യാം. നിഷാനയുടെ നാട്ടിലാണ് നമ്മൾ വീഡിയോ ആണോ? യൂട്യൂബ്. അപ്പൊ എല്ലാവരും മലപ്പുറം കല്യാണം എൻജോയ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഫോട്ടോ സെക്ഷനും കഴിഞ്ഞു. എല്ലാവരും ആവശ്യത്തിലധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമാണ് ഇനി കാണുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഇനിയിപ്പോൾ ട്രെയിനെന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെയാണ് ട്രെയിൻ. ഞങ്ങളുടെ ട്രെയിന് ഒരു 4:50 വൈകുന്നേരം 4:50 സമയത്തായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതനുസരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി. നമ്മൾ ആരുടെയും വീട്ടിലൊന്നും സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ബാഗൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. അങ്ങനെ ഞങ്ങളൊരു ഇപ്പോൾ നമ്മളൊരു 6 പേരുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എറണാകുളത്ത് പോയി ഒന്ന് ലുലു മാളിലൊക്കെ കറങ്ങി പോകാമെന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിൻ സമയത്ത് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. പക്ഷേ ഇങ്ങോട്ട് വന്ന പോലല്ല കേട്ടോ. ട്രെയിൻ തിരിച്ചു പോയപ്പം ഇൻ്റർസിറ്റി ആയിരുന്നു. തിരക്കൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി എറണാകുളം എത്തിയിട്ട് പിന്നെ നമ്മൾ ലുലുമാളിലൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചു. ഓണം ആയതുകൊണ്ട് നല്ല ഡെക്കറേഷൻസൊക്കെ കാണാൻ പറ്റി. പിന്നെ ലുലുവിൽ നിന്നാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് ആലപ്പുഴയിലേക്ക് വന്നു.